ഷഫ്ന, നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താലോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇൻ ദി ഓഫീസും അറ്റ് ദി ഓഫീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇൻ ദി ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസിന്റെ ഉള്ളിലാണെന്നാണ് അർത്ഥം. അറ്റ് ദി ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസിലാണെന്നാണ് അർത്ഥം. അതായത് ഓഫീസിൽ എവിടെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഇൻ, ഔട്ട് എന്നീ വാക്കുകൾ യൂസ് ചെയ്യാം. ഇൻ ദി ഓഫീസ്, ഔട്ട് ഓഫ് ദി ഓഫീസ്. പക്ഷേ ഓഫീസിലാണ്, അത് ഓഫീസിൽ എവിടെ വേണമെങ്കിലും ആകാം എന്ന് പറയാനായിട്ട് നമുക്ക് അറ്റ് ദി ഓഫീസ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ചോദിക്കാം, ജീവൻ, ജീവിതം, ഇതിൽ ഇംഗ്ലീഷിൽ എങ്ങനെ നമ്മൾ പറയാ? ജീവൻ ആൻഡ് ജീവിതം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇംഗ്ലീഷിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, വേർഡ് സെയിം തന്നെയാണ്. ലൈഫ് എന്നാണ് പറയാം, ലൈഫ്. അപ്പൊ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് പോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ, സേവ് ഹിസ് ലൈഫ് എന്ന് പറയുമ്പോൾ അവന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ ദിസ് ഇസ് മൈ ലൈഫ് എന്ന് പറയുമ്പോഴാണെങ്കിലോ ഇത് എന്റെ ജീവിതമാണ് എന്ന് പറയുന്ന പോലെ. രണ്ടും കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മൾ മനസ്സിലാക്കണം ഏതാണെന്ന്, അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇഡിയംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഡിയംസ് എന്ന് പറഞ്ഞാല് നമ്മള് മലയാളത്തിൽ പറയത്തില്ലേ, ചെകുത്താന്റെയും കടലിന്റെ നടുക്ക്, കാക്ക വിളിച്ചാൽ കൊക്കാവില്ല, അങ്ങനെ കുറച്ച് ശൈലികളില്ലേ, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഇഡിയംസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയത്തില്ലേ, ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ അതൊരു ഇഡിയമാണ്. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ ശരിക്കും അതിന്റെ അർത്ഥം? ഒരു കഷ്ണം കേക്ക് എന്നാണ്. പക്ഷേ ഇതൊരു ഇഡിയമാണ്. ഇഡിയം ആവുമ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. ഫോർ എക്സാമ്പിൾ, റൈഡിങ് എ ബൈക്ക് ഈസ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബൈക്ക് ഓടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഈസിയാണ് എന്നുള്ളത്. അതുപോലെ വേറൊരു ഇഡിയമാണ് എന്താ, I'm on cloud nine. I'm on cloud nine. വെരി ഗുഡ്. I'm on cloud nine എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷത്തിലാണ്, അല്ലാതെ ഞാൻ മേഘത്തിന്റെ ഇടയിൽ ലിറ്ററലി മേഘത്തിലാണ് നല്ല അർത്ഥം. സോ അതാണ്. അപ്പോൾ ഇഡിയംസ് എന്ന് പറയുന്നത് പ്രയോഗങ്ങളാണ്, ശൈലികളാണ്, നമ്മുടെ ഐഡിയാസ് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഫൺ രീതി, അത്രേ ഉള്ളൂ. നല്ല ലാംഗ്വേജ് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പ്ലെയിൻ ആയിട്ട് പറയുന്നതിനെക്കാട്ടും ഇൻട്രസ്റ്റിംഗ് ആക്കാനും കുറച്ച് രസമുള്ളതാക്കാനും നേറ്റീവ് സ്പീക്കേഴ്സ് ഒക്കെ സംസാരിക്കുമ്പോൾ ഒത്തിരി ഇഡിയംസ് യൂസ് ചെയ്യണമെന്ന് പറയില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ഒത്തിരി ഉപയോഗിച്ചാലും ബോറാണ്, ഭയങ്കര അൺനാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും, ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇനി അടുത്തത് ചേച്ചി. ഞാനാണോ? ഇന്ററപ്റ്റും ഇന്റർഫിയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്ററപ്റ്റ് ആൻഡ് ഇന്റർഫിയർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇന്ററപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മീറ്റിംഗ് നടക്കാണ്, മീറ്റിംഗിൽ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ അകത്ത് കയറി വരികയാണെങ്കിൽ ഇന്ററപ്റ്റ് ആണ്, ഒരു ഡിസ്റ്റർബൻസ്, ഇന്ററപ്റ്റ്. പക്ഷെ ഇന്റർഫിയർ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് കയറി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടയ്ക്ക് കയറി സംസാരിക്കുക അല്ലെങ്കിൽ ഇടപെടുക എന്നൊക്കെ പറയുന്നതാണ് ഇന്റർഫിയർ. അപ്പൊ അതാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. എവറി ഡേ, അതായത് എവറി സ്പേസ് ഡേ എന്ന് പറയുന്നതും എവറി ഡേ ഒരൊറ്റ വേർഡായിട്ട് എവറി ഡേ എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ എവറി ഡേ, അതായത് എവറി ഇവിടെ, ഡേ ഇവിടെ, സ്പേസ് ഉണ്ട്. അപ്പൊ ആ കേസിൽ നമ്മൾ എല്ലാ ദിവസവും എന്ന് പറയത്തില്ലേ, ഐ ഗോ ടു സ്കൂൾ എവറി ഡേ, അതെ, ഐ ഡ്രിങ്ക് ടീ എവറി ഡേ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എല്ലാ ദിവസവും. ഇടയിൽ സ്പേസ് ഉണ്ട് കേട്ടോ, പക്ഷേ ഇത് ഇടയിൽ സ്പേസിൽ നമ്മൾ ഒരുമിപ്പിക്കുകയാണ്. എവറി ഡേ അതൊരൊറ്റ വാക്ക് ആകുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന എന്നൊരു അർത്ഥമാണ് വരുന്നത്. ഉദാഹരണത്തിന്, ദിസ് ഇസ് ആൻ എവറി ഡേ ജീൻസ് എന്ന് വെച്ചാൽ ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജീൻസ് ആണ്. ലെറ്റ് മീ ടീച്ച് യു സം എവറി ഡേ വെക്കാബുലറി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ ഞാൻ പഠിപ്പിക്കാം. അപ്പൊ എവറി ഡേ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റാവുന്നത്, എവറി ഡേ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും. ഇതാണ് വ്യത്യാസം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. അതെ, അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ and this is Shafna signing off from English Mithra. Have a great day. English Mithra. Stop worrying, start learning.